ഇതൊരു തുരുമ്പ് പാലമാണ്. ഇരുമ്പ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന സമയമാണ്. വേറെ ഒന്നുമല്ല, ഏറ്റവും എളുപ്പ വഴിയാണ്, അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ചുറ്റണം. ഈ വഴിയിലാണ് ഈ ഇരുമ്പ് പാലം. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിരുന്ന ഒരു പാലം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് നിൽക്കാൻ പോലും ഭയമാകുകയാണ്. ഈ പാലം പോണത് നേരെ ആറ്റുകാൽ അമ്പലത്തിനടുത്തേക്കാണ്. ഇതൊരു ഇരുമ്പ് പാലം എന്നാണ് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ ഒരു ഇരുമ്പ് പാലമാണോ തുരുമ്പ് പാലമാണോ? ഇതൊരു തുരുമ്പ് പാലമാണ്. ഇരുമ്പ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പിന് തന്നെ മാനക്കേടുണ്ടാക്കുന്ന സമയമാണ്. വേറെ ഒന്നുമല്ല, കണ്ടില്ലേ, ഇത് കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഞാൻ കത്ത് കൊടുത്തു. കളക്ടർക്ക്, ഡെപ്യൂട്ടി കളക്ടർക്ക്, നഗരസഭയുടെ നമ്മുടെ ആര്യക്കുട്ടിക്ക് ഞാൻ കത്ത് കൊടുത്തു. പക്ഷേ ഇറിഗേഷൻ വകുപ്പിന്റെ AXക്ക്, AEക്ക് ഒക്കെ ഞാൻ കത്ത് കൊടുത്തു. ഇതിന്റെ അപകടാവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ട് അടിയന്തരമായി ഈ തുരുമ്പ് പാലം, അങ്ങനെ തന്നെ പറയുന്നതാണ് ശരി, ഈ തുരുമ്പ് പാലം അതിനെ മെയിൻ്റനൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അറ്റകുറ്റപ്പണികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ പണ്ട് റോഡിൽ നിന്നും ആറ്റുകാൽ അമ്പലത്തേക്ക് പോകാൻ വേണ്ടി 1/2 കിലോമീറ്റർ 500 മീറ്റർ ദൂരമാണുള്ളത്. ഏറ്റവും കൂടുതൽ അമ്മമാര്, ഭക്തജനങ്ങൾ, സഹോദരിമാര് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇടവഴിയാണ് ഈ ഇരുമ്പ് പാലം. ഇതിന്റെ അകത്ത് ദേഹത്ത് വണ്ടി പറഞ്ഞുണ്ട്. ഈ വണ്ടിക്കകത്ത് കയ്യോ കാലോ ഇതിന്റെ അകത്തായി കഴിഞ്ഞാലോ ഉടലോടെ വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഏത് നിമിഷവും ഇതിന്റെ അടിയിൽ പോകാൻ. അതുപോലെ ഈ പാലത്തിൽ ഇപ്പൊ ലൈറ്റോ ഒന്നുമില്ല. കാരണം സന്ധ്യാസമയങ്ങളിൽ അമ്മമാരെ ആറ്റുകാൽ അമ്മയെ കാണാൻ പോകുമ്പോൾ ഏറ്റവും അപകടം നടത്തുന്ന സംഭവമാണ്. വലിയൊരു ഓട്ടോ തന്നെ വരണം. അത് സ്കൂൾ കുട്ടികളായിട്ടാണ് ഓട്ടോ വരണം, നമ്മുടെ പേരെ വരണം ഓട്ടോ. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥിനികള്, അമ്മമാര്, സഹോദരിമാര്, വൃദ്ധന്മാര് എല്ലാവരും എളുപ്പം ആറ്റുകാൽ അമ്മയെ ചെന്ന് തൊഴുവാൻ വേണ്ടിയും തൊട്ടടുത്ത ഈ പ്രദേശത്ത് ആറ്റുകാൽ വാർഡിലേക്ക് പോകുവാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്, അല്ലെങ്കിൽ 1.5 കിലോമീറ്റർ ചുറ്റണം. ഈ വഴിയിലാണ് ഈ ഇരുമ്പ് പാലം. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിരുന്ന ഒരു പാലം തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ ഇപ്പോൾ നമുക്ക് നിൽക്കാൻ പോലും ഭയമാകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല പ്രാവശ്യം പറയുന്നല്ലോ, ഒരു ജോയിമാരുണ്ടാകുമ്പോഴെങ്കിലും ഇതിനൊരു ശാപമോക്ഷം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.